പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സങ്കീർത്തനം 8-ാം അധ്യായത്തില് അതിന്റെ ഹെഡിങ് തന്നെ കിടക്കുന്നതെന്നറിയോ? മനുഷ്യൻ സൃഷ്ടിയുടെ മകുടം. ഓഹോ, അതായത് ഈ ഭൂമിയെ കർത്താവ് സൃഷ്ടിച്ചു, അതിലുള്ള സമസ്തവും ദൈവം സൃഷ്ടിച്ചിട്ട് അതിന്റെ ഏറ്റവും മുകളിലാണ് മനുഷ്യൻ നിൽക്കുന്നത്. കേട്ടോ, ഇതാണ് മനുഷ്യൻ അറിയാൻ പറ്റാത്തത്. ഹല്ലേലൂയ. അവിടെ പറഞ്ഞതെന്ന് വെച്ചാൽ 3-ാമത്തെ വചനമാണ്, അങ്ങയുടെ വിരലുകൾ വാർത്തെടുത്ത വാനിടത്തെയും അവിടുന്ന് സ്ഥാപിച്ച ചന്ദ്രതാരങ്ങളെയും ഞാൻ കാണുന്നു. അപ്പൊ നോക്കി, ദൈവമാണ് ഈ ആകാശവും ഈ നക്ഷത്രങ്ങളും ഇതെല്ലാം സൃഷ്ടിച്ചിരിക്കുന്നത്. ഓക്കെ, എന്നിട്ട് പറയാണ്, അവിടുത്തെ ചിന്തയിൽ വരാൻ മാത്രം മർത്തിന് എന്ത് മേന്മയാണുള്ളത്. കേട്ടോ, ഹല്ലേലൂയ. അപ്പം മനുഷ്യൻ ആരാണെന്ന് അവൻ അറിയുന്നില്ല. അവന്റെ വിചാരം അവൻ എന്തൊക്കെയോ ആണ്, അവൻ എന്തൊക്കെയോ ചെയ്തു കൂട്ടുകയാണ്, ഇല്ലേ? ഹല്ലേലൂയ. യേശുവേ നന്ദി. ഈ പ്രഭാഷകന്റെ പുസ്തകത്തിൽ 10-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ എന്നാ പറഞ്ഞറിയോ? 9-ാമത്തെ വചനം, പൊടിയും ചാരവുമായ മനുഷ്യന് അഹങ്കരിക്കാൻ എന്തുണ്ട്? ജീവിച്ചിരിക്കെ തന്നെ അവന്റെ ശരീരം ജീർണിക്കുന്നു. കണ്ടോ? അപ്പം ഈ മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ജീർണിച്ചുകൊണ്ടിരിക്കുകയാണ്. യേശുവേ നന്ദി. എന്നിട്ടെന്ന് പറയുന്നത്, എന്നാൽ ഇന്ന് രാജാവ്, നാളെ ജഡം. മരിച്ചു കഴിഞ്ഞാൽ പുഴുവിനും കൃമിക്കും വന്യമൃഗങ്ങൾക്കും അവകാശം. അഹങ്കാരം തുടങ്ങുമ്പോൾ കർത്താവിൽ നിന്ന് അകലുന്നു, ഹൃദയം അവന്റെ സൃഷ്ടാവിനെ പരിത്യജിക്കുന്നു. അപ്പം അഹങ്കാരമാണ് ഏറ്റവും വലിയ. അപ്പം സൃഷ്ടാവിൽ നിന്ന് അകലുന്നതിന് അഹങ്കാരികളെ ദൈവം ചെതറിക്കും. കേട്ടോ, 1 കൊരിന്ത്യസ് 4:7 പറഞ്ഞ, എല്ലാം ദാനമായിരിക്കെ എല്ലാം നിന്റേതെന്ന മട്ടിൽ നീ എന്തിനാ അഹങ്കരിക്കും? നിന്റേതൊന്നുമല്ല, നിനക്കൊന്നും സ്വന്തമായിട്ടില്ലെന്നുള്ള ആദ്യം മനസ്സിലാക്കണം. പൊടിയും ചാരവുമായ മനുഷ്യ, നീ എന്തിനഹങ്കരിക്കുന്നു? വീണ്ടും ജ്ഞാനത്തിന്റെ പുസ്തകത്തിലേക്ക് നമ്മൾ തിരിച്ചു വരികയാണ്. അപ്പോൾ പറഞ്ഞു, 8-ാം അധ്യായത്തിൽ പറയണം, അവിടുത്തെ ചിന്തയിൽ വരാൻ മാത്രം മർത്തിന് എന്ത് മേന്മയാണുള്ളത്? അവിടുത്തെ പരിഗണന ലഭിക്കാൻ മനുഷ്യപുത്രന് എന്ത് അർഹതയാണുള്ളത്? എന്നിട്ടും അവിടുന്ന് അവനെ ദൈവദൂതന്മാരെക്കാൾ അല്പം താഴ്ത്തി, മഹത്വവും ബഹുമാനവും കൊണ്ട് അവനെ മകുടമണിയിച്ചെന്ന് പറഞ്ഞു. അപ്പം ദൈവദൂതന്മാരെക്കാൾ അല്പം താഴ്ത്തിയാണ് മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. അത്രയും ശ്രേഷ്ഠമായിട്ടാണ്, ദൈവത്തിന്റെ സ്ഥാനത്താണ് അവൻ നിൽക്കുന്നത്. ദൈവത്തെ പോലെയാണ്, ദൈവത്തിന്റെ ശായയിലും സ്വഭാവത്തിലും രൂപത്തിലുമാണ് അവനെ സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പൊ എന്താണ് ഈ ദൈവത്തിന്റെ രൂപം? സ്നേഹം. നിങ്ങൾ പരസ്പരം സ്നേഹിച്ചാൽ ദൈവം നിങ്ങളിൽ വസിക്കും, ദൈവത്തെ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ദൈവത്തെ നിങ്ങൾ അനുഭവിക്കാൻ പറ്റും. 1 യോഹന്നാൻ 4:12. അപ്പൊ ഇവിടെ അന്യോന്യം സ്നേഹിക്കുന്നില്ല, ഇവിടെ ഭരിക്കുകയാണ്. എല്ലാവരും യജമാനന്മാരാകുകയാണ്. ഈശോ പറയുന്നത്, നിങ്ങൾ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ മറ്റുള്ളവരുടെ ശുശ്രൂഷയാകണം. ശുശ്രൂഷിക്കാനാണ്, അല്ല ശുശ്രൂഷിക്കപ്പെടാനല്ല മനുഷ്യപുത്രം വന്നത്. അല്ലല്ല. അപ്പൊ നീ ദാസനായിരിക്കണം, ശിഷ്യനായിരിക്കണം. ശിഷ്യൻ എന്ന് പറഞ്ഞാൽ ഗുരു പറഞ്ഞേക്കണം. അതിന് ഗുരുവായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ ഇവിടെ? ആർക്കെങ്കിലും? ഓരോന്നിനും അവനോട് തലക്കകത്ത് തോന്നുന്നത് ചെയ്യുന്നു, എന്നിട്ടോ എങ്ങും എത്തുന്നില്ല. ആമേൻ. ഹല്ലേലൂയ. യേശുവേ നന്ദി. അപ്പോൾ മഹത്വവും ബഹുമാനവും കൊണ്ട് അവനെ മകുടമണിയിക്കുന്നു. അപ്പൊ ഈശോ ഓരോ മനുഷ്യരെ നോക്കിയിട്ടാണ് പറയുന്നത്. കാരണം യേശുവിന്റെ ദൈവം തന്നെയാണ്. ഇപ്പൊ നമ്മുടെ മക്കൾ നമ്മുടെ ചായലും സാദൃശ്യമാണ്, അതുപോലെയാണ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. അമ്മേ, നീ എനിക്ക് പ്രിയങ്കരനും ബഹുമാന്യനും അമൂല്യനുമാണ് പറഞ്ഞത്. പക്ഷെ മറ്റുള്ളവരെ പറയുന്നത്, നിന്നെ കൊണ്ട് നിന്നെ കൊള്ളാം. അത് നമ്മളുള്ള സൈറ്റിനാണ് പറയുന്നത്, ദുഷ്ടത പറയുന്നത്. അമ്മേ, അപ്പം ആണോ? എന്നിട്ടെന്ന് പറയുന്നത്, അങ്ങ് സ്വന്തം കരവേലകൾക്ക് മേൽ അവൻ ആധിപത്യം നൽകി, എല്ലാറ്റിനെയും അവന്റെ പാദത്തിന് കീഴിലാക്കി. അപ്പൊ ദൈവം സൃഷ്ടിച്ചിട്ട് ഈ ഭൂമിയുടെ മേൽ അധികാരം ദൈവത്തിന്റെ സ്ഥാനത്ത് നിൽക്കുന്ന ഈ മനുഷ്യനെ കൊടുത്തിരിക്കുന്നു. ദൈവദൂതന്മാരെക്കാൾ അല്പം താഴ്ത്തി ആണ് ഈ മനുഷ്യൻ സൃഷ്ടിച്ചിരിക്കുന്നത്. ആമേൻ. ഹല്ലേലൂയ. ഈ മനുഷ്യൻ ഇത്രയും അധികാരത്തോടാണ് ഇവനെ നിർത്തിയിരിക്കുന്നത്. എന്നിട്ടോ ഇവൻ ഇത് കാണാനും മുടിച്ചു. കാരണം എന്താ? അവൻ മറ്റുള്ളവർ പറഞ്ഞു കേൾക്കണം. നീ ദൈവം പറഞ്ഞു കേൾക്കണം. അവൻ ജീവിക്കുന്ന ദൈവമാണ്, അല്ലെങ്കിൽ നീ പിശാച് പറഞ്ഞു കേൾക്കും. ഇത് മനസ്സിലാക്കി നീ ഒരു തെറ്റും നിന്നിൽ നിന്ന് വരാൻ പാടില്ല. അതാണ് നിന്റെ ഉത്തരവാദിത്വം. നിന്നെ സൃഷ്ടിച്ചിട്ട് നീ ദൈവിക കാര്യങ്ങളിലാണ് ചിന്തിക്കേണ്ടത്. നിന്നിൽ നിന്ന് വരുന്ന വാക്ക്, പ്രവൃത്തി, ചിന്ത ഇതെല്ലാം ദൈവികമാണോ എന്ന് നീ ചിന്തിക്കണം. കാരണം നിനക്ക് സ്വർഗത്തിലൊരു യജമാനുണ്ട് എല്ലാവർക്കും. ഈ ഒരു ഭയമാണ് വേണ്ടത്. അപ്പോൾ നീ തെറ്റ് ചെയ്യില്ല. സങ്കീർത്തനം 19 പറയുന്നത്, മനുഷ്യൻ ഒരു നിശ്വാസം മാത്രം, മനുഷ്യൻ നിഴൽ മാത്രമാണ്,
5ഉം 6ഉം വചനം പറയുന്നുണ്ട്. അവന്റെ ബദ്ധപ്പാട് വെറുതെയാണ്. മനുഷ്യൻ സമ്പാദിച്ചു കൂട്ടുന്നു, ആരനുഭവിക്കുമെന്ന് അവൻ അറിയുന്നില്ല. അപ്പം ഇതിൽ നിന്ന് എന്താണ് നമ്മൾ മനസ്സിലാക്കുന്നത്? മനുഷ്യൻ കഷ്ടപ്പെട്ട് ഇങ്ങനെ പണിയാണ്, എന്നിട്ട് ഉണ്ടാക്കിയിട്ടോ അവസാനം അവനുള്ള മിച്ചമുണ്ടോ? ഒന്നുമില്ല. അവൻ നിരാശയും തകർച്ചയുമാണ്. അവൻ ഈ സങ്കീർത്തനം 127 ഇതിനു മുമ്പത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അതാ, കർത്താവ് വീട് പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം വെറുതെയാണ്. അവൻ 2, കർത്താവ് നഗരം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാരെ വെച്ചിട്ട് കാര്യമില്ല. അപ്പൊ ഇവിടെ വലിയ സൈന്യങ്ങളൊന്നും വെച്ചിട്ട് ഒരു കാര്യമില്ല. ഒരു വലിയൊരു കൊടുങ്കാറ്റ് വന്നിട്ടില്ല, ഇവനൊക്കെ പറന്നു പോകത്തേ ഉള്ളൂ. ഫറവോയുടെ സൈന്യം കണ്ടില്ലേ? ചെങ്കടലിൽ അവർ മുങ്ങി താന്നു. കർത്താവ് നിശേഷം ഇല്ലാതാക്കും. അതുകൊണ്ടാണ് അതിരാവിലെ എഴുന്നേൽക്കുന്നതും വൈകി കിടക്കുന്നതും കഠിന പ്രയത്നം ചെയ്തിട്ടും അത് വ്യർത്ഥമാണെന്ന് പറഞ്ഞത്. അപ്പൊ കർത്താവാണ് വീട് പണിയേണ്ടത്, കർത്താവാണ് നഗരം കാക്കേണ്ടത്. ആ കർത്താവിനോട് ചേർന്ന് നിൽക്കണം. കാരണം നീ വെറും ഉടലാണ്. ആണേ യേശുവേ നന്ദി. അത് 1 കൊരിന്ത്യർ 12:27 വചനം പറയുന്നുണ്ട്, നിങ്ങൾ ക്രിസ്തുവിന്റെ ശരീരമാണ്. അപ്പൊ നിന്റെ ശിരസാരാണ്? ക്രിസ്തു. ആ ശിരസില്ലാതെ നിനക്ക് എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും? ഇതാണ് നീ ആദ്യം മനസ്സിലാക്കേണ്ടത്. അവനോട് ചേർന്ന് നിൽക്കണം. ഞാൻ മുന്തിരി, നീ ശാഖയും. അപ്പൊ ശാഖയ്ക്ക് മുന്തിരിയോട് ചേർന്ന് നിൽക്കണം. വചനം പഠിക്കണം. വചനം നിന്റെ ഉള്ളിൽ മാംസം ധരിക്കണം. ആമേൻ. പ്രഭാഷകന്റെ 17-ാം അധ്യായത്തിൽ എന്താ പറയുന്നറിയോ? 1, 2, 3 വചനം. കർത്താവ് മനുഷ്യരെ മണ്ണിൽ നിന്ന് സൃഷ്ടിക്കുകയും അതിലേക്ക് തന്നെ മടക്കി അയക്കുകയും ചെയ്തു. ചുരുങ്ങിയ കാലം മാത്രം അവിടുന്ന് മനുഷ്യർക്ക് നൽകി. എന്നാൽ ഭൂമിയിലുള്ള സകലത്തിൻ്റെ മേൽ അവർക്ക് അധികാരം കൊടുത്തു. അവിടുന്ന് അവർക്ക് തന്റെ ശക്തിക്ക് സദൃശമായ ശക്തി നൽകുകയും തന്റെ സാദൃശ്യത്തിൽ അവരെ സൃഷ്ടിക്കുകയും ചെയ്തു. അപ്പം ഉൽപ്പത്തിയിൽ ദൈവം മനുഷ്യരെ സൃഷ്ടിച്ചത് തന്റെ ഛായയിൽ സൃഷ്ടിച്ചു. എന്നിട്ട് എന്ത് പറ്റി? എന്നിട്ട് തന്റെ ശക്തിക്ക് സദൃശമായ ശക്തി നമ്മുടെ ഉള്ളിൽ കിടപ്പുണ്ട്. ഇതാണ് നമ്മൾ അറിയേണ്ടത്. അപ്പൊ നിന്നെ എല്ലാത്തിനും കീഴടക്കാൻ പറ്റും നിനക്ക്. ഇത് സങ്കീർത്തനത്തിലും മറ്റും ഇത് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇവൻ വീണുപോയ മനുഷ്യനാണ്. ആമേൻ. കാരണം ഇവനിൽ ദുഷ്ടാത്മാവ് കയറി. ഇനി നീ എപ്പോഴൊക്കെ നുണ പറയുന്നു അപ്പോഴൊക്കെ നിന്നിലേക്ക് ദുഷ്ടാത്മാവ് വരും. ഇനി നീ നുണ പറയാതിരുന്നല്ലോ, അപ്പോൾ അവനകത്ത് കയറാൻ പറ്റില്ല. ഇതേ നീ ചെയ്യാനുള്ളൂ. അനീതി പ്രവർത്തിക്കാതിരുന്ന വെച്ചാൽ മതി, അസത്യം പറയാതിരുന്ന വെച്ചാൽ മതി. അപ്പൊ നീ എപ്പോഴും സത്യം പറഞ്ഞിരുന്നല്ലോ. ഈ നിന്നെപ്പറ്റി ആദ്യം നീ സംസാരിക്കുക. നീ ആരാണ്? നീ നിന്നോട് വചനം പറയണം. ആമേ. എന്റെ ഉള്ളിൽ ദൈവിക ശക്തി ഉണ്ടെന്ന് പറയണം. അന്നേരമാണ് ആ ശക്തി പ്രകടമാക്കുന്നത്. ആമേ. ഹല്ലേലൂയ. യേശുവേ നന്ദി. ജ്ഞാനത്തിന്റെ പുസ്തകം 9-ാം അധ്യായത്തിൽ എന്താ പറഞ്ഞു നോക്കി? 1, 2, 3. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു, എന്റെ പിതാക്കന്മാരുടെ ദൈവമേ, കരുണാമയനായ ദൈവമേ, വചനത്താൽ അങ്ങ് സകലവും സൃഷ്ടിച്ചു. ജ്ഞാനത്താൽ അവിടുന്ന് മനുഷ്യന് രൂപം നൽകി. അപ്പം മനുഷ്യനെ ജ്ഞാനത്താലാണ് രൂപം നൽകിയത്. ഇന്നും മനുഷ്യന് ജ്ഞാനമില്ല. കാരണം എന്താ? അവനിൽ ദൈവവചനമില്ല. ദൈവവചനം എന്ന് പറഞ്ഞാൽ എവിടെയെന്നറിയോ? അതാണ് പറഞ്ഞത് കൊളോസ്യോസ് 2:3 പറഞ്ഞാണ്, ക്രിസ്തു ജ്ഞാനത്തിന്റെയും അറിവിന്റെയും നിധികൾ അവനിലാണ് ഒളിഞ്ഞു കിടക്കുന്നത്. കേട്ടോ? അപ്പൊ ജ്ഞാനം വേണമെങ്കിൽ, അറിവും വേണമെങ്കിൽ നീ ക്രിസ്തുവിന്റെ വചനം പഠിക്കണം. 1 കൊരിന്ത്യർ 1-ാം അധ്യായത്തിന്റെ 22, 23, 24 വചനത്തിനാണ് പറയുന്നത്, ക്രിസ്തു ദൈവത്തിന്റെ ശക്തിയും ജ്ഞാനവുമാണ്. അപ്പൊ ശക്തിയും ജ്ഞാനവും ആണെങ്കിൽ നീ ക്രിസ്തുവിനെ പറ്റി പഠിക്കണം. നീ ക്രിസ്തുവും തമ്മിലുള്ള ബന്ധം പഠിക്കണം. നീ ക്രിസ്തുവിന്റെ സ്ഥാനത്താണ് ഇവിടെ നിൽക്കുന്നത്. സ്ത്രീയും പുരുഷനും ജ്ഞാനമില്ല, ബോധമില്ല. അതുകൊണ്ടാണ് തോന്നിവാസം ചെയ്യുന്നത്. ആമേൻ. എന്ന് പറഞ്ഞാൽ ജ്ഞാനത്താൽ അവിടുന്ന് മനുഷ്യന് രൂപം നൽകി, സൃഷ്ടികളുടെ മേൽ ആധിപത്യം വഹിക്കാനും ലോകത്തെ വിശുദ്ധിയിലും നീതിയിലും ഭരിക്കാനും ഹൃദയ പരമാർത്ഥതയോടെ വിധികൾ പ്രസ്താവിക്കാനുമാണല്ലോ അവിടുന്ന് അവനെ സൃഷ്ടിച്ചത്. മനുഷ്യനെ സൃഷ്ടിച്ചതിൻ്റെ ഒറ്റ കാരണമുണ്ടല്ലോ, എൻ്റെ സ്ഥാനത്ത് നിന്ന് നീ ഭൂമിയെ ഭരിക്കണം. ഹല്ലേലൂയ. അതിനു പകരം മനുഷ്യൻ ദുഷ്ടത ചെയ്ത് മലിനമാക്കുകയാണ് ഭൂമിയെ. എന്നിട്ടോ ഓരോ അനർത്ഥങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പം ദൈവത്തിന്റെ സ്ഥാനത്ത് നിന്ന്, ഇപ്പോൾ ഒരു മുഖ്യമന്ത്രിയാണെങ്കിൽ അവൻ ജനങ്ങളെ എങ്ങനെ ഭരിക്കണം? നീതിയോടെ. എന്നതുപോലെ ദൈവത്തിന്റെ സ്ഥാനത്താണ് നമ്മൾ നിൽക്കുന്നത്. അപ്പം ദൈവത്തിന്റെ സ്ഥാനത്ത് നിൽക്കുമ്പം നിന്നിൽ നിന്ന് ദൈവിക ചിന്തകൾ, ദൈവിക സംസാരം, ദൈവിക കാര്യങ്ങൾ, പ്രവൃത്തികളാണ് വരേണ്ടത്. ബാക്കിയെല്ലാം ദുഷ്ടന്റെയാ. ഈ ഒരു വ്യത്യാസം മനസ്സിലാക്കി നീയും ദൈവം തമ്മിൽ ബന്ധം മനസ്സിലാക്കിയാൽ നീ രക്ഷയിലേക്ക് വരും. നിന്റെ ദൈവം നിന്നോട് സംസാരിക്കും, നിന്റെ കൂടെ പ്രവർത്തിക്കും. നീ ആറ്റുതീരത്തുന്ന തൈ പോലെയാകും, യഥാകാലം ഫലം ചൂടും. ആമേൻ. യേശുവേ നന്ദി, സ്തോത്രം. ഹല്ലേലൂയ. ഇതാണ് ചെയ്യേണ്ടത്. നീ അടുത്ത ക്ലാസ്സിൽ വീണ്ടും നമുക്ക് മനുഷ്യനും ദൈവം തമ്മിൽ ബന്ധം, പ്രപഞ്ചവുമായിട്ടുള്ള ബന്ധം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറയുന്നു പ്രപഞ്ചവും മനുഷ്യനും തമ്മിൽ ബന്ധം, മനുഷ്യനും ദൈവം തമ്മിൽ ബന്ധം. അങ്ങനെ ഇതെല്ലാം ദൈവത്തിന്റെ കീഴിലാണ്. ആമേൻ. യേശുവേ നന്ദി. താങ്ക് യു. പ്രൈസ് ദി ലോർഡ്. അടുത്ത ക്ലാസ്സിൽ വീണ്ടും നമുക്ക് കാണുന്നതിന്
ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.